ടൈഗറും. എക്സ്ക്യൂസ് മീ. എനിക്ക് സഖാവ് മൂർത്തിയെ ഒന്ന് കാണണം. സഖാവ് മൂർത്തിയെ കാണാൻ പോലീസ് ഓർക്കസ്ട്രയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണോ വരുന്നത്? ഐ ആം IG കൃഷ്ണമൂർത്തി. സർ, ഞാൻ അറിയാം. താൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ് പോലീസ് വഴിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വഴി. RD നയനാർ അല്ലേ? നമസ്കാരം. നമസ്കാരം. സഹാവ് പറഞ്ഞ ആളിനെ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, നമസ്കാരം. ഉണ്ണിനായനാരുടെ അതേ രൂപം തന്നെയാ തനിക്കും. ഇപ്പോഴും താൻ എഴുതാറുണ്ടോ? എഴുത്ത് നിർത്തിയിട്ടില്ല. എന്നാൽ അങ്ങനെ വലുതായിട്ടൊന്നും. എഴുത്ത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രശ്നം. എന്താ സഹാവേ? ശരിയാണ്, എഴുതിയതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ്. തന്റെ ചില കവനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കഴമ്പുണ്ട്, കഴമ്പിന് നല്ല മധുരമുണ്ട്. 10 ഗുണം 10 ഗുണം. 937 സഖാവ് NC ശേഖറും സഖാവ് P കൃഷ്ണപിള്ളയും സഖാവ് K ദാമോദരനും ഞാനും ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത്. അതിൽ ഞാനൊഴിച്ച് മറ്റു 3 പേരും ഇന്നില്ല. 1940 ഞാൻ തൻ്റെ അച്ഛൻ ഉണ്ണിനായനാരെ പരിചയപ്പെടുന്നു. അന്ന് തൊട്ട് ഉണ്ണിയുടെ മരണം വരെ ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരടുപ്പമായിരുന്നു. ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ എന്നതിലുപരി പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത എന്താന്ന് ശരിയ. തൻ്റെ അമ്മ വിളമ്പി തന്ന ഒരുപാട് ചോറ് ഞാൻ ഉണ്ടിട്ടുണ്ട്. സഖാവ് ജാനകിക്ക് പാർട്ടിയോടും പാർട്ടി തത്വങ്ങളോടുമുള്ള കൂറും വിശ്വാസവും ഉണ്ണിയേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എന്ന് വേണം പറയാൻ. പോലീസുകാരുടെ ഒരുപാട് ഭേദ്യം സഹിച്ചിരിക്കുന്നു രണ്ടുപേരും. അവസാനം അതൊക്കെ ഒരു കാലം. ഇയാളെ മനസ്സിലായോ? ഇല്ല. സഖാ ഉണ്ണിനായനായരുടെ മകൻ രാമദേവൻ. ഉണ്ണിയുടെ മോനാ? ചക്കക്കുരുവിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആള് മിടുക്കനായി പോയി. ചായ വർക്കും ആവാം. വരിക. ഇവരൊക്കെ തനിക്കറിയോ? സംശയിക്കണ്ട. പഴയ സഖാവ് ഉണ്ണിനായനാരും സഖാവ് ജാനകി നായനാരും നടുക്കിരിക്കുന്നത് പുതിയ സഖാവ് സാക്ഷാൽ രാമദേവ നായനാരും. തന്നെ കുറിച്ച് ഞാൻ മൂർത്തിന്ന് വേറെ ചിലതൊക്കെ കേട്ടല്ലോ. കണ്ണമ്മേനോന്റെ മോള് ഇന്ദിരാമേനോനുമായുള്ള തന്റെ അൺഒഫീഷ്യൽ റിലേഷൻഷിപ്പ്. അല്ല, അത് പിന്നെ ഇക്കാര്യത്തിൽ സ്വന്തം പാർട്ടി, ഭരണകക്ഷി, പ്രതിപക്ഷം അങ്ങനെയൊന്നും ഇല്ലടോ. ഓൾവേസ് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ദാറ്റ്സ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. പക്ഷെ താൻ എഴുതിയതൊക്കെ വായിച്ചപ്പോ തന്റെ മനസ്സിൽ ഇങ്ങനൊരു വികാരം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കമോൺ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സഖാവ്. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. സഖാവ് തന്നതും ഞാൻ കളക്ട് ചെയ്തതുമായ ഇയാളുടെ പാസ്റ്റും പ്രസന്റും ബാക്ക്ഗ്രൗണ്ടും ഒന്നും അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. എവിടേക്കോ ചില ബ്ലാങ്കുകൾ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബ്ലാങ്കുകൾ നിറഞ്ഞതാണ് സാർ എന്റെ ജീവിതം. എന്നെ പരിചയപ്പെടുന്നവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ആ ബ്ലാങ്കുകൾ ഫില്ലപ്പ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ ഫില്ലപ്പ് ചെയ്താലും ഞാൻ ഒരു ശരിയായിരിക്കും മൂർത്തി സാർ. മിടുക്കനാ. ഇതാണ് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ഇതുള്ളവനെ ജീവിതത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഒരു പാർട്ടി പ്രവർത്തകന്റെ മനസ്സിൽ നിന്ന് പോലീസുകാരന്റെ മനസ്സിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ആ ദൂരം രാമദേവൻ നടന്നെത്തിയോ എന്ന് എനിക്കറിയില്ല. എത്തിയെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട്. മനസ്സിൽ നിന്ന് ഒരിക്കലും മനുഷ്യത്വം എടുത്ത് കളയാതിരിക്കുക. ഇല്ല, കാക്കി ഇട്ടതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായിട്ടില്ല സാർ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. പിന്നൊരു കാര്യം, സാറല്ല, സഖാവ്, കോമ്രേഡ്. സഖാവ് എന്ന 3 അക്ഷരത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നവനാ. താൻ എന്നെ സഖാവേന്നൊന്ന് വിളിക്കണോ? സഖാവ് ഉണ്ണിനായനാരുടെ മോൻ എന്നെ സഖാവേ എന്ന് വിളിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. എന്റെ ഉണ്ണിയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. സഖാവേ, ലാൽ സലാം സഖാവേ, ലാൽ സലാം. ഡിസ്ട്രിക്ട് കളക്ടർക്ക് മാരുതി 1000 പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലേക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ഓർഡർ പാസ് ചെയ്തു. എന്താ, കളർ ഇഷ്ടപ്പെട്ടോ? ഇല്ലെങ്കിൽ ഞാൻ സ്വന്തം സിയറ യൂസ് ചെയ്യും. കുറച്ചിൽ സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കുവാ.
ഞാനും തന്നെ പോലെ ഒരു നാടിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ പഠിക്കുന്ന കാലത്ത്. IPS സെലക്ഷൻ കിട്ടിയപ്പോ പാർട്ടി വിട്ടു. പിന്നെ എന്റെ ശുക്രൻ ഉദിച്ചു, വിജിലൻസ് IG വരെയായി. സാറ് 964 പാർട്ടി വിട്ടതല്ല, സാറിന്റെ ദുർനടപടിക്ക് പാർട്ടി സാറിനെ പുറത്താക്കി. ഉദുമയിലുള്ള സഖാവ് സുഗണൻകുട്ടിയുടെ വിധവയെ പുകയിലപ്പാടത്തിട്ട് വായിൽ കമ്മ്യൂണിസ്റ്റ് പച്ച തിരികെ കയറ്റി. ബാക്കി ഞാൻ പറയണോ സാർ? കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലിട്ട് ഞാൻ സാറിനെ തല്ലി മെതിച്ചിട്ടുണ്ട്. ഈ കൈ കൊണ്ട് ആദ്യം അവസാനമായി ഒരു പോലീസുകാരനെ തല്ലിയത് അങ്ങനെയാ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. IPS തൊപ്പി തലയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ പേര് പാർട്ടി വെട്ടി. ഞാൻ ഇപ്പോഴും പാർട്ടി തന്നെ ഉണ്ട്. ആർട്ടി, വിജിലൻസ് IG ഒന്ന് മാറി നിൽക്കേ, ഓ അല്ലെങ്കിൽ വേണ്ട. ആർട്ടി വരൂ. ഞാൻ അങ്ങോട്ട് ഓ പോ. വരൂ. പിള്ളേ, അതിങ്ങെടുക്ക. ആ. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് ട്രിവാൻഡ്രം സിറ്റി, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഇത് എന്റെ കൈ കൊണ്ട് തന്നെ ആർട്ടിക്ക് തരണമെന്ന് വലിയ മോഹമായിരുന്നു. ആ മോഹം അതിമോഹമാണ് ഇന്നലെ. മോളുടെ കൈ ഐശ്വര്യമുള്ള കയ്യാ. അങ്ങ് വാങ്ങു മോനെ. മോൾ എത്ര നേരം കൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നു? ഇതൊരു തുടക്കമല്ലേ. ഇനി മോക്കുള്ളതെല്ലാം മോന്റെയും മോണ്ടതെല്ലാം മോളുടെയും, അല്ലേ മോളെ? പിള്ള പോ. സർ, യെസ്. 1 മിനിറ്റ്. എന്താ? ആദ്യം സാർ ഈ കവർ തിരിച്ചു വാങ്ങണം. എന്തിനാ ആർഡി? എനിക്കിത് തരാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കല്ല, സാറിനാണ്. മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് സ്റ്റേറ്റ് പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആണ്, അല്ലാതെ കണ്ണൻ മേനോന്റെ മകളുടെ ഓർഡർലി അല്ല. ആ അധികാരം സുപ്പീരിയർ ഓഫീസേഴ്സിനോട് കാണിക്കണം. ഐ എം സോറി സാർ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം. എന്താണ് ബഷീറെ, എങ്ങനെയുണ്ട് മറ്റേ ഗ്രൂപ്പുകാരുടെ കുത്തുതിരിപ്പൊക്കെ? കുഴപ്പമൊന്നുമില്ല സാർ. എന്താണോ മൂസേ, എവിടെയാ നിങ്ങളുടെ കളക്ടർ? എന്റെ മോള്. അയ്യോ, മോളകത്തുണ്ട്. പിന്നെ എല്ലാവരെയും നാളെ കാണാം. എനിക്ക് അല്പം വീട്ടുകാരെ സംസാരിക്കാം. ആ, പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുപോലുള്ള പുരുക്കുട്ടന്മാരെ ആ ബോർഡ്സിന് ആവശ്യം. അതേക്ക് വരൂ. അകത്തോട്ട് ചെല്ലെന്ന് കോഴിക്കോട് നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു. ആദ്യം പിടിക്കേണ്ട നമ്മാനോട് പറ. സാൻഡ്രിയോൾ കമ്പനിക്ക് പെർമിറ്റ് കിട്ടി. അതിനല്ല അച്ഛൻ വിളിച്ചത്, മോന്റെ ചോറുകൊണ്ട് ഗുരുവായൂർക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാനാ. ഇന്നലെ വരുന്നുണ്ടെന്ന്. വരട്ടെ. കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ വരികയായിരിക്കും അവള്. എല്ലാം ഞാനും അച്ഛനും അറിയുന്നുണ്ട്. പരീക്ഷകള് എന്നാടി അവൾ കമ്മ്യൂണിസ്റ്റ് ആയത്? ചേട്ടാ, എല്ലാരും വെയിറ്റ് ചെയ്യുന്നു. ആ, എന്തിനാ? കളക്ടർ കാമുവിനെ വിളിച്ചിട്ട് സൽക്കരിക്കുന്നതാണ്. കളക്ടർ കാമുകനെ വിളിച്ചിട്ട് സൽക്കരിക്കുന്നുണ്ടെങ്കിലേ അതിന്റെ ഒഫീഷ്യൽ ബംഗ്ലാവില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയ കാര്യം, ചേട്ടന്റെയും അച്ഛന്റെയും ജനസേവനം കണ്ട് കണ്ണ് പുളിച്ചിട്ടാ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത്. എന്താ ഈ കാണിക്കുന്നേ? ഇന്ദ്രേ, പോ. രാമദേവ നയനാർ ഒരുപാട് കേട്ടിട്ടുണ്ട്, കൂടുതൽ ഇന്ദിര പറഞ്ഞു. ആദ്യമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് മുസൂറിയിൽ നിന്ന് ഇന്ദിര അയച്ചു തന്ന നിങ്ങളുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ്. അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തല അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഷാൽ വി കം ടു ദ പോയിന്റ് സർ? ഈ അക്ഷമയും അസഹ്യതയുമാണ് നിങ്ങളുടെ ആളുകളുടെ ബേസിക് സ്വഭാവം. ഒരുപാട് നാളുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നയനാരെ. എന്ത് യോഗ്യത തന്നെ കണ്ടിട്ടാണോ ഞാൻ തന്നെ എന്റെ മരുമോനാക്കേണ്ടത്? നിങ്ങളുടെ ബയോഡാറ്റ ഇന്നലെ പറഞ്ഞപ്പോ തോന്നിയ ഒരു ക്യൂരിയോസിറ്റി കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ വെറുതെ ഒന്ന് അന്വേഷിപ്പിച്ചു. മോള് കണ്ടുപിടിച്ച ഭാവി വരന്റെ പിതൃത്വം തേടി പോയതാണെന്ന് തന്നെ കൂട്ടിക്കോ. ഒന്ന് പതുക്കെ ആട്ടടോ ഉണ്ണിനായരെ. ഉണ്ണിനായരെന്നല്ലേ തന്റെ അച്ഛന്റെയും പേര്? അല്ലല്ലോ, ഉണ്ണി നയനാർ. ആ, നായനാർ. നായനാർ. അമ്മ ജാനകി. കണ്ണൂരിലെ സാധുബീഡി കമ്പനിയിൽ ബീഡി വെറുപ്പ്. പണ്ട് വീട്ടിൽ ഒരുപാട് സഖാക്കന്മാരെ ഒളിച്ചു താമസിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മതിയടോ. ആക്സിഡന്റിന് ശേഷം മുതുകിലിടയ്ക്കിടെ ചെറിയൊരു വേദന വരും. തളരുമ്പോ താങ്ങാൻ എനിക്ക് എന്റെ മോനും മോളും ഉണ്ടല്ലോ എന്നതാ ഒരു ആശ്വാസം. ഇടയ്ക്ക് വെച്ച് ഞാൻ വീണാൽ എന്റെ വഴി നടന്നു തീർക്കേണ്ടത് അവരാ. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹമേ നടക്കൂ. നാഴി അരിക്ക് വകയില്ലാത്ത സഖാവ് ഉണ്ണിനയനാരുടെയും ബീഡിത്തൊഴിലാളിയായ സഖാവ് ജാനകിയുടെയും മകൻ വെറും ഒരു IPS കാരന്റെ അടുക്കള ഭരിക്കാൻ അവളെ പറഞ്ഞു വിടണമെങ്കിൽ ഞാൻ അവളുടെ അച്ഛനല്ലായിരിക്കണം. അതാണ് എന്റെ യോഗ്യത കുറവെങ്കിൽ ഞാൻ ഇന്ദിരയിൽ കാണുന്ന ഏറ്റവും വലിയ കുറവ് അവൾ അങ്ങയുടെ മകളായി പോയി എന്നുള്ളതാ. ഇനി ഇന്ദിര എനിക്ക് വേണമെങ്കിൽ
അതിന് നിങ്ങളുടെ ദയ ആവശ്യമില്ല. എന്നെ വേണമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും. നായനാരുടെ നാവിന്റെ മൂർച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ആവേശവും ധൈര്യവും കളയരുത്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ആവേശവും ധൈര്യവും ചോരയിൽ ചേർന്ന അത് കളഞ്ഞു പോവില്ല സർ. വെരി ഗുഡ്. നമുക്ക് ഇനിയും കാണേണ്ടി വരും.